സോ ഗായ്സ്, ഞാൻ ഇന്ന് ഗോവയിൽ പോവാം. നമ്മുടെ കോളേജിൽ നിന്നുള്ള ട്രിപ്പാണ്. ഞാൻ അവിടെ എത്തിയിട്ടുള്ള കാര്യം കാണിച്ചുതരാം. എന്താ കാണുന്ന തന്നെ ഗോവ, പക്ഷെ ഗോവ അല്ല, സോറി, എന്താ റെയിൽവേ സ്റ്റേഷൻ. നല്ല റഷാട്ടോ ഇവിടെ, വീട്ടിലെ റഷാ, ചില്ലറൊന്നല്ല. ഏതോ മൈൻഡ്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ന് ഗോവയ്ക്ക് പോവാണ്. എന്താ 4ാമത്തെ പ്ലാറ്റ്ഫോം അവിടെയുള്ളതെന്ന് പറഞ്ഞ് 2 മണിക്കാണ് ട്രെയിൻ. ബട്ട് ഇപ്പോൾ സമയം 1:15 മോനെ, ചില്ലറ എന്നല്ല ഇത്. അപ്പം ഗോവയിൽ പോയി സെറ്റാവട്ടെ. ഇവിടുന്ന് നേരെ ഗോവയ്ക്ക് പോകുന്നത് എന്താ മംഗലാപുരം എക്സ്പ്രസ്സിന് മംഗലാപുരം വരെ പോകുന്നത്. അവിടുന്ന് പിന്നെ ട്രെയിനുണ്ട്, ട്രെയിനല്ല, ബസ്സുണ്ട്, അതിന് പോകണം. 2 മണിക്കാണ് ട്രെയിനുള്ളത്. എല്ലാവരും എത്തണ്ടേ, ടൈം എടുക്കും. എനിക്കറിയില്ല എത്രത്തോളം സൗണ്ട് കിട്ടുന്നുണ്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ വീഡിയോയിലൊക്കെ ഞങ്ങൾ ആദ്യം അറിയണ്ടാവും. എന്തായാലും 1-2 ആൾക്കാരാണ് വന്നത്. എന്തായാലും പോവാം. ഞാൻ ഈ ട്രെയിനത്തെ കാര്യങ്ങളും കാണിച്ചു തരാം. സ്ലീപ്പറിലാണ് പോണത്. ഇവിടുന്ന് എത്ര മണിക്കാണ്? 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. 2 മണിക്കാണ് ട്രെയിനുള്ളത്. ട്രെയിനിൽ കയറിയ ഒരു 6:30-6:45 ആകുമ്പോഴേക്കും മംഗലാപുരം എത്തും. അവിടുന്ന് നേരെ ഇതിന് പോകണം, ബസ് കയറി പോകണം. ഓക്കെ, നാലാമത്തെ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഗായ്സ്, 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗായ്സ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോവാം. പതിമൂന്നാമത്തെ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞത്. ബട്ട് ഈ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ അവന് തപ്പും? അണ്ണൻ എവിടെയാണാവോ? 13 കഴിഞ്ഞ് 14 ആയി. ഇത് എവിടെ പോയി കിടക്കടാ? ഒരു ഉത്തരവാദിത്ത ബോധം വേണ്ടേ? തോമസ് കണ്ടുകണ്ടുണ്ട്. അതാ ബ്ലാക്ക് ഷർട്ട് ഇട്ട് എൻ്റെ അപ്പുറത്തുക്കളാണ്. ഇതാണ് തോമസ്. ഹായ്, ഇതവൻ്റെ ഫാദർ തോമസ്. ഇത് ആര്? ഇതിൻ്റെ ഫ്രണ്ട് വേറൊരാള്. ഇത് തോമസ്. ഓക്കെ, എന്താ ജുനേദാണിത്. അപ്പോ സമ്മല് ഇത് അപ്പോ ഞങ്ങൾ 2 പേരും കൂടി മുള്ളാൻ പോയിട്ട് വരാം. ഇവന് വേണ്ട മുള്ളല്ലേ, നായി മുണ്ടൊക്കെ എടുത്തിട്ടേ കാറ്റ് കേറുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നീ അങ്ങനെ ചെയ്യോ? നീ മൂത്രപ്പുര എവിടെ? അവിടെ അല്ല, അവിടെ അല്ലല്ല, അവിടെ. ഇന്ന് ഞാൻ വ്ലോഗ് ഇട്ട് ഓക്കെ. AC എല്ലാ വ്ലോഗും കണ്ടോ? അത് കക്കൂസ് റൂം, സോറി കക്കൂസല്ല, മാറിപ്പോയി. ക്ലോക്ക് റൂമാണ്, മാറിപ്പോയി. കക്കൂസ് റൂം എന്ന് വായിച്ചു. അപ്പൊ തന്നെ അങ്ങോട്ട് കയറിയേ. അതൊക്കെ മനസ്സിലായി. യൂസാക്കി എടുത്തെന്തിനാന്നേ?
ഇത് യാത്രക്കാരുടെ മുറേതനം മൂത്രമൊക്കെ എന്നാ പകറ് പാടാൻ നിക്ക് വ്ളോഗ് എടുക്കണ്ടേ ഈ ഒന്നേ മൂത്രപ്പുര ഓക്കെ അതിൻ്റെ ഉള്ളിക്ക് നീ കയറ്റുന്നില്ല മൂത്രപ്പുര മൂത്രം ഒഴിച്ച് കഴിഞ്ഞിങ്ങോട്ട് വരികയാണ് അവിടെ പാടമോ ആരാ അണ വരുന്നുണ്ടോ ആ കണ്ടു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ പ്രണവേ ആ വെള്ളം ഷർട്ട് ഇട്ടോ ഈ വെള്ള ഷർട്ട് ഇട്ട് വരുന്നതാണ് പ്രണവേ വാടാ വാ വാ ആര് നീ എന്താണ് പറയുന്നത് എങ്ങനെ നമ്മളിവിടെ ബോഡി നമ്പർ അപ്പെടുക്കണം ഇവിടെ സാധനം മാറിക്ക് ഇവിടെ സാധനം ഓ എഡിറ്റിങ് ചെയ്യാം സെറ്റാക്കി തരാം ഇവിടെ വെളിച്ചടിക്കേണ്ടത് അങ്ങനെ ഓക്കെ ബോയി തപ്പി ഞങ്ങൾ ഇതായി ഇപ്പത്തെ ബോയി തപ്പ വേണമെങ്കിൽ നടക്കുന്നു മൂപ്പിലതാ ഇങ്ങോട്ട് വാ ബാക്കിൽ ഒരു വെള്ളക്കാക്ക പറക്കുണ്ട് നീ വയറിലാടാ ഈ പച്ച ഷർട്ട് ഇട്ടോ ഞാൻ അമല ഒരു ഹായ് എടുത്തട വിദൂരങ്ങളിൽ നിന്ന് വിദൂരം സാറുമാരൊക്കെ മുണ്ടും ഷർട്ടിലൊക്കെ എന്താണാവോ എന്തോ നീ ട്രെയിനിൽ കയറിയിട്ട് കാര്യങ്ങൾ കാണിച്ചത് ഞാൻ ട്രെയിൻ അങ്ങ് തലക്കുന്ന് വരുന്നുണ്ട് ഇത്രത്തോളം സൂം ചെയ്യാം ട്രെയിൻ കണ്ടില്ല പുൽക്കടയണായിരിക്കും ഇങ്ങനെ വരുന്നു അതാ വരുന്നതാ ഇത് ലോകല്ല ആ മിച്ച അങ്ങനത്തെ ക്യാമറ എടേ ഇത് S2 അല്ല ആ S2 ഈ ട്രെയിന് സ്പീഡില്ലല്ലേ മമ്മൂട്ടി വരുന്നു അതിലിട്ട് മംഗലാപുരം വണ്ടിയല്ലേ ആ മംഗലാപുരം വണ്ടിയാ ഇവിടെ സ്ലീപ്പർ നമ്മുടെ ട്രെയിൻ ഇത് അവസാനം എത്തിയിരിക്കുന്നത് ഗായ്സ് അതിസാഹസികമായി നല്ല ചേച്ചി സോറി അതിസാഹസികമായി നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുന്നു സെക്കൻഡ് ക്ലാസ് സോ ഗായ്സ് അവിടുന്ന് കയറുന്ന വരെയൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ ശരി വണ്ടി പോണ വരെയൊക്കെ എടുക്കാൻ ബുദ്ധിയുണ്ട് എന്നാൽ ടീമൊക്കെ എല്ലാവരും ഉണ്ട് അതായത് ഹായ് എടുത്ത അശ്മിത്ത് okay guys ആരു പറഞ്ഞു ഞാൻ കണ്ടതിരാ കനവാണെന്ന് ആരു പറഞ്ഞു കുഞ്ചത്തി പൂന്താലിപ്പുഴയൊരു വമ്പത്തി നേരാണ് നമ്മളെ കൊച്ചി നമ്മളെ മുത്താടേ പറയാനുണ്ട് നമ്മളെ കൊച്ചി മൂത്തും നാട് കളി തൊഴിലാളി പാടിയ രാഗം കുളത്തിൽ തുഞ്ചത്താൽ കുളത്തിൽ തുഞ്ചത്താൽ ചങ്കേലസും ചാത്തി വരുന്നവളെ പെണ്ണെ നിന്നെ കാണാൻ പോതി വരികണ മനസ്സിൽ നീയൊരു
എവിടെയോ പേരറിയാത്ത ഏതോ ഒരു സ്ഥലത്തിന് എന്തായാലും കർണാടക ബോർഡർ ആയി. കർണാടകയിൽ എത്തിന് ഏതോ പേരറിയാത്ത സ്ഥലം. എന്തായാലും ഒരു 2-3 സ്റ്റെപ്പ് കൂടി എത്തിയ മംഗലാപുരം എത്തും. എന്നാ കാണിക്കാൻ പിന്നെന്താ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, കർണാടക എത്തിയിട്ടേ നല്ലൊരു ചായ കുടിക്കണം വിചാരിച്ചു. എന്താ മംഗലാശ്ശേരി. അപ്പോൾ ഗൈസ്, നമ്മൾ യാത്ര പിന്തുടങ്ങിയിട്ടു. ട്രെയിൻ മുന്നോട്ട് പോവാം. എൻ്റെ കണ്ണിൻ്റെ ഫോക്കസ് കുറേ പോകുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട്. എനിക്കറിയില്ല എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് വോയിസ് എന്ന്. എന്തായാലും ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാണാം. ഓക്കെ, സ്ഥലത്തിൻ്റെ പേരിട്ട് മഞ്ചേശ്വരം. അങ്ങനത്തെ നമുക്കറിയില്ലേ. ഒന്നുമില്ല ഗൈസ്. ഞാൻ അവിടെ പോയി തിരിച്ചു പോയിരിക്കട്ടെ. സോ ഗൈസ്, നമ്മൾ അവസാനം മംഗലാപുരം എത്തിയിരിക്കുന്നതാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, വലിയൊരു ക്ലിയർ ഒന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാരും ഉണ്ട്. സോ ഗൈസ്, അവസാനം അങ്ങനെ നമ്മളെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ. എന്താ ആ കാണാനാണ് നമ്മളെ ബസ്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ആ കാണാനാണ് നമ്മളെ ബസ്. സഫലേ അതല്ല കേട്ടോ നമ്മളെ ബസ്. എടാ അതല്ല ബസ് പുറത്താ. ഇതല്ല ജാപ്പനീസ് വണ്ടിയോ? ഇത് കാണുന്ന പ്രേക്ഷകരോട് ഇക്കാകെ ഒന്നേ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. എന്നെങ്കിലും ഒരു നാൾ ആരെങ്കിലുമൊക്കെ ആവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനേ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് വിളിക്കല്ല സോറി, ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് വീഡിയോ ബാക്കി കാണാം. കുറെ നേരമായി ബസ്സിനും കാത്തിട്ട് തുടങ്ങിയിട്ട്. എന്നിട്ടും ബസ്സും വന്നിട്ടില്ല. വരാവോ ഒരു പിടുത്തമില്ല. കുറേ നേരം ദൂരവും നടന്ന് ബസ് വരുന്നതാണ്. നീ പറഞ്ഞോ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? നോക്കി പറയാനുള്ളത് പറ. ഇത് ഫേമസ് അല്ലേ? അപ്പോ ബസ്സുകാരെ സീനായിക്കോട്ടെ, കുഴപ്പമില്ല. വേറൊന്നും പറയാനില്ല. ബസ് വരുന്നില്ല, അത് മാത്രമേ പറയാനുള്ളൂ. നമുക്കെന്താ പറയുള്ളു? എന്തിനെ ഇതൊക്കെ നോക്കി പറ. ക്ലിക്കാവാണെങ്കിൽ ക്ലിക്കാവോ? ഈ ഫേമസ് ആണ്. ഈ പണ്ടേ ഫേമസ് അല്ലേ? അപ്പൊ ഗായ്സ്, എന്തായാലും സെറ്റാക്കാം. ബസ് വന്നിട്ട് അതിൻ്റെ അടുത്ത കാഴ്ചകളും കാര്യങ്ങളും കാണാം. ഓക്കെ, ഇതാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോണ ഹോട്ടല്. എനിക്ക് ബസ്സിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കുക. എന്തായാലും ഞാൻ പോയിട്ട് നോക്കട്ടെ. ദിവസം ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ, 5-6 ദിവസമായില്ലേ. എന്നിട്ട് ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെറ്റാക്കി തരാം.
ഇതോടുകൂടി ഇല്ല അവിടെ കുറെ മീനുണ്ടല്ലോ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്.